യഥാർത്ഥ കശ്മീർ ഫയലുമായി നടി രോഹിണിയുടെ ഏകാംഗ നാടകം. വിധവകൾക്ക് വേണ്ടി പോരാടുന്ന പാർവീണ അഹങ്കറുടെയും കത്തുവ പീഡന കൊലപാതക കേസിലെ ഇരയുടെയും സംഭവകഥ മാത്രമല്ല, തൊട്ടുകൂടായ്മയും ജാതിവെറിയുടെയും സ്കിറ്റുകളും സംവിധായകൻ പ്രളയന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നിന്നെത്തിയ ടീം ഇന്ന് മധുരയിൽ അവതരിപ്പിക്കും. അടുപ്പടികൾ, കഴിപ്പറകൾ, അന്തരംഗ വെളികൾ, സുവറുകൾ, കാതുകൾ, 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 റാണുവ കാതുകൾ. കാശ്മീരിൽ കാണാതാവുകയോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയോ ചെയ്ത തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അനിശ്ചിതത്വത്തിലായ സ്ത്രീകളുടെ ചിത്രീകരണത്തോടെ തുടങ്ങുന്ന നാടകം വലിയ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ സംവിധായകൻ പ്രളയൻ രോഹിണിയിലൂടെ ഉയർത്തുന്നു. Actually, it's a graphical representation of present Kashmir. How that democratic rights are torn apart, how the constitutional guarantee will be repealed, representing that play is actually is basically a poetic play. ഫെഡറൽ മൂല്യങ്ങൾ നശിപ്പിക്കപ്പെടുകയും സംസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ജനാധിപത്യം കീറിമുറിക്കപ്പെടുകയും ചെയ്ത ഒരു നാടിന്റെ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഏകാംഗ നാടക പ്രകടനമാണ് ആ വിധവകൾ. உங்கள் அலட்சியத்தை, உங்கள் பாராமுகத்தை எல்லாவற்றையும் நாங்கள் சகித்துக் கொள்கிறோம். ஆனால் பொய்களை பதில்களாக சொல்லாதீர்கள், பசப்பு வார்த்தைகளை பதில்களாக சொல்லாதீர்கள். சொல்லுங்கள், என் கணவர் உயிரோடு தானே இருக்கிறார், என் கணவர் உயிரோடு இருக்கிறாரா? சொல்லுங்கள். ഒരു സിംബോളിക്കായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ കാശ്മീരിൻ്റെ സ്റ്റേറ്റ് ഇപ്പോൾ ആസിഫയുടെ സ്റ്റേറ്റ് പോലെയാണ്. ആസിഫ അറിയാമല്ലോ, ഒരു 8 വയസ്സ് കുട്ടിയെ ഒരു ടെമ്പിളിൽ വെച്ച് റേപ്പ് ചെയ്തിട്ട് പിന്നെ അവർ തിരിച്ചു വന്നവർക്കൊക്കെ ഭയങ്കര ഒരു നല്ല ഒരു റിസപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ. അപ്പോൾ എന്താണ് നിങ്ങൾ പറയാൻ വരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുകയാണ്. കാശ്മീരിൽ ഇപ്പോൾ നടന്നതൊക്കെ ശരിയാണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. മനുഷ്യപുത്രൻ, വിജയലക്ഷ്മി, കാവിൻ മലർ, മായ ആഞ്ചലോ എന്നിവരുടെ കവിതകളിൽ നിന്നും എ കരീമിന്റെ ചെറുകഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ നാടകം. അമലാമോഹൻ വോക്കൽ സപ്പോർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ ശബ്ദദൃശ്യ ഏകോപനം ശരൺ സന്തോഷ്, അർഷാദ്, കാവിൻ മലർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. 15ഓളം കലാകാരന്മാരുടെ പ്രയത്നവും ഈ നാടകത്തിന്റെ പിന്നിലുണ്ട്. നമ്മുടെ കാശ്മീരിലെ പാതി വിധവകളുടെ കഥയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി രോഹിണി പറയാൻ ശ്രമിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.